ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകുന്നേരം 4 മണിവരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് SIT കസ്റ്റഡി ആവശ്യപ്പെട്ടത്. അതേസമയം കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ച കേസിൽ KS ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഈ ബൈജുവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. എന്തൊക്കെ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നു ഇക്കാര്യത്തിൽ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്? 2 കേസുകളിൽ പ്രതിയാണല്ലോ ഇദ്ദേഹം. അശ്വതി, ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ 2 കേസുകളിലും പ്രതിയാണ് KS ബൈജു. മുൻ തിരുവാഭരണം കമ്മീഷണറായിരുന്നു. ഈ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ 7ാം പ്രതിയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ 4ാം പ്രതിയുമാണ് ഈ KS ബൈജു. ഈ KS ബൈജു നൽകിയിട്ടുണ്ടായിരുന്ന ജാമ്യാപേക്ഷ, അത് കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ ജാമ്യാപേക്ഷ അത് കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് വിധി പറയുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അത് തള്ളുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം SIT KS ബൈജുവിനെ ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. 1 ദിവസത്തെ കസ്റ്റഡിയിലാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപ്രകാരം തന്നെ കൊല്ലം വിജിലൻസ് കോടതി SITയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 1 ദിവസത്തേക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനാണ്. അതായത് മറ്റുള്ള പ്രതികളുടെ മൊഴിയിലെല്ലാം കൃത്യമായും SIT വിലയിരുത്തൽ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ KS ബൈജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SITയുടെ ഈ നീക്കം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജുവിനെതിരെ ഉയരുന്ന കുറ്റമെന്ന് പറയുന്നത്, ഈ തിരുവാഭരണം കമ്മീഷണർ തന്നെയാണ് ആ ശബരിമലയിലുള്ള, അതായത് ഈ ക്ഷേത്രത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആസ്തിയുടെയും ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. പക്ഷേ പലതരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ ഈ തട്ടിപ്പ് നടത്തുവാൻ, ഈ കൊള്ള നടത്തുവാൻ വേണ്ടിയിട്ട് ഈ KS ബൈജു സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. അതിന് പ്രധാനമായും ദ്വാരപാലക ശില്പങ്ങൾ കൈമാറുന്ന സമയത്ത് ഈ കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ, അതായത് ഈ തിരുവാഭരണ കമ്മീഷണർ അവിടെ ഹാജരായിരുന്നില്ല എന്നുള്ളതാണ്, മനഃപൂർവ്വം ഹാജരായില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത് കടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി നൽകി എന്നുള്ളതാണ് KS ബൈജുവിനെതിരെ ഉയരുന്ന ഒരു കുറ്റം. അതോടൊപ്പം തന്നെ ഈ കട്ടിളപ്പാളികൾ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് അത് തിരികെ സ്ഥാപിക്കാൻ വന്നപ്പോൾ, അതായത് കൃത്യമായും അത് പരിശോധിച്ചില്ല എന്നുള്ളതും, ഈ തിരുവാഭരണ കമ്മീഷണറുടെ ഉത്തരവാദിത്തം അവിടെ നിറവേറ്റപ്പെട്ടിട്ടില്ല, അവിടെ അത്തരത്തിലൊരു പരിശോധനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. എന്തായാലും 2 കേസുകളിലും ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ KS ബൈജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അനാസ, അത് അനാസയെന്നല്ല മനഃപൂർവ്വമുള്ള ഈ കാര്യങ്ങളാണ്, മനഃപൂർവ്വം തന്നെ ഈ തട്ടിപ്പ് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകി എന്നുള്ളതാണ് നിരീക്ഷണം. എന്തായാലും ഇനിയും, അതായത് ജാമ്യാപേക്ഷ സമർപ്പിച്ചാലും KS ബൈജുവിന് ജാമ്യം കിട്ടുന്നതിന് വളരെയധികം സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ഈ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിൻ്റെ ജാമ്യാപേക്ഷ കൂടെ അത് വാദം കേൾക്കുന്നതിനായി 3ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അന്നേ ദിവസം തന്നെയാണ് N വാസുവിൻ്റെ, അതായത് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിൻ്റെ ഉൾപ്പെടെ ജാമ്യാപേക്ഷയിലും വിധി പറയുക. എന്തായാലും KS ബൈജുവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുന്നു, മുരാരി ബാബു അറസ്റ്റിലാകുന്നു, പിന്നീട് ഈ സുധീഷ് കുമാറും KS ബൈജുവിലേക്കും അന്വേഷണം എത്തുന്ന സാഹചര്യം. അപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും പിന്നീട് റിമാൻഡ് ചെയ്യുന്നതും. ഈ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വീണ്ടും അത് നീട്ടി നൽകിയിരുന്നു. അതോടൊപ്പം അതിനുശേഷം അറസ്റ്റിലായവരാണ് ഈ N വാസുവും. മനോജ്, എനിക്ക് തോന്നുന്നു ഈ KS ബൈജു ആണ് ഈ വാസുവിനെതിരായ നിർണായക മൊഴി നൽകിയതല്ലേ? ഒരുപക്ഷെ വാസു അറസ്റ്റിലാകാനുള്ള ഒരു പ്രധാന കാരണം ഈ ബൈജുവിന്റെ മൊഴി തന്നെയല്ലേ? KS ബൈജുവിൻ്റെ ഉൾപ്പെടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരിലേക്കുള്ള അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഈ മുരാരി ബാബുവും KS ബൈജുവും ഒക്കെ നൽകിയിട്ടുള്ള മൊഴി അത് പിന്നീട് അറസ്റ്റിലായവർക്കെതിരായിരുന്നു എന്നാൽ, അതായത് പത്മകുമാറിലേക്കും അതോടൊപ്പം തന്നെ N വാസുവിലേക്കും അടക്കം ഈ അന്വേഷണം എത്തുന്നത് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിലൂടെ തന്നെയാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇവരുടെയൊക്കെ ബന്ധം, അതോടൊപ്പം തന്നെ അതുവഴി ഏതൊക്കെ തരത്തിലാണ് ഈ കൊള്ള നടത്തിയതെന്നതൊക്കെ അന്വേഷണ സംഘം പരിശോധിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടി KS ബൈജുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ അത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലായിരുന്നു. രാവിലെ കേസ് പരിഗണിച്ചു, തുടർന്ന് കസ്റ്റഡിയിലേക്ക് വിടുകയാണ് ഉണ്ടായത്. മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘം ഈ KS ബൈജുമായി കൊല്ലം വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു.